ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ മാരേജാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 3 മണിയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എണീറ്റു, എന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റു, പോപ്സ് എണീറ്റു, എൻ്റെ അനിയത്തി എണീറ്റു, ഐഷു എണീറ്റു, എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അയ്യോ, എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ കാണിച്ചു തരാവേ. കറക്റ്റ് 3 മണിയായപ്പോൾ തന്നെ ആൻ നമ്മുടെ റൂമിലേക്ക് വന്നു കേട്ടോ. പുള്ളിക്കാരിയാണെങ്കിൽ ഇന്നലെ ഒരു വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്നാട്ടോ പറഞ്ഞ. പാവം, നമ്മുടെ ഡ്രസ്സൊക്കെ തലേദിവസം അയൺ ചെയ്തിട്ടേക്കുന്നുണ്ട്. ആ ഒരു പണി ഞാൻ കുറഞ്ഞു കിട്ടി കേട്ടോ. ഞാനും ആൻ ഇതിനു മുമ്പ് ഒരു വർക്ക് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രൈഡൽ ഷൂട്ടിന് വേണ്ടിയിട്ട്. അന്ന് എനിക്ക് എൻ്റെ ആ ഒരു കൺസേണിനനുസരിച്ച് പുള്ളിക്കാരി എല്ലാം ചെയ്തു തന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വെഡ്ഡിങ് ആനിന് കൊടുത്തത്. പിന്നെ ഈ ഒരു തിരക്കിനിടെ എനിക്ക് ഓടി കിടന്ന ആ ഒരു തിരക്കിനിടെ ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രയൽ നോക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ആനായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ കല്യാണത്തിന് ഒരു 1 വീക്ക് മുന്നേ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈക്കിലൊക്കെ നടന്ന് കുറേ വെയിൽ കൊണ്ട് സ്കിന്ന് നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നേ. കല്യാണ തലേദിവസമൊക്കെ ഞാനാണെങ്കിൽ നല്ല കരിവാളിച്ചാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ഞാൻ ആൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന രീതിയിൽ വലിയ മേക്കപ്പ് തോന്നാത്ത രീതി ഒരു നോ മേക്കപ്പ് ലുക്ക് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ പുള്ളിക്കാരി എനിക്കെല്ലാം ചെയ്തു തന്നെ. പിന്നെ ഹെയർ സ്റ്റൈലാണെങ്കിലും ഞാൻ കുറേ റെഫറൻസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കാതെ കുറച്ച് ഓർണമെൻറ്റ്സ് തലയിൽ വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഗോൾഡൻ കളറിലെ ഹെയർ ആക്സസറീസ് ഇല്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ ഓർണമെൻറ്റ്സ് എടുത്തപ്പോഴാണെങ്കിലും ഈ ബ്ലൗസിൻ്റെ നെക്കിനുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ എടുത്തത്. ഞാൻ ഓൾറെഡി എൻ്റെ ഈ ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ ആദ്യം ഫ്ലവേഴ്സ് വെക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഈ ഒരു ഡ്രസ്സിന് മുല്ലപ്പൂ എന്തായാലും ചേരത്തില്ല. വേറെ ഫ്ലവേഴ്സ് നോക്കിയിട്ടും അതും ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആക്സസറീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ ഞാൻ എക്സ്റ്റൻഷൻ വെക്കുന്നുണ്ട്. അത് കുറച്ച് വേവി ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എൻ്റെ മുടി ബാക്കിയുള്ളതൊക്കെ ഒന്ന് കേൾ ചെയ്ത് ഇടുകയാണ് കേട്ടോ. നമ്മുടെ റൂബി മോളാണെങ്കിൽ രാവിലെ 2 മണിക്ക് ഞങ്ങളുടെ ഒപ്പം എണീറ്റുകൊണ്ട് ഉറക്കം വന്ന് തൂങ്ങിയാണ് ഇരിക്കുന്നത്. പാവം, അവൾക്കുള്ള ഡ്രസ്സൊക്കെ ഞാനിവിടെ വൈക്കത്ത് തന്നെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. അതൊക്കെ ഇടിപ്പിച്ചപ്പോഴേക്കും നല്ല സുന്ദരി കുട്ടിയായിട്ടോ എൻ്റെ മോള്. അമ്മു ഐഷുവൊക്കെ രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുവാണ്. റെഡിയായി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടില്ല കേട്ടോ. അവർക്കിനി ഹെയറും മേക്കപ്പും ചെയ്യണേ. അതും ആൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ റുബി മോൾക്ക് ചെറിയൊരു കഷ്ണം പൂവൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ പൂവയ്ക്കാത്തതിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പരിഭവമായിരുന്നു. പുള്ളിക്കാരി എന്നോട് കുറേ പറഞ്ഞു പൂവയ്ക്കാൻ. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇതുപോലെ സ്റ്റൈൽ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. എൻ്റെ ഡ്രസ്സിന് ഇതാ മാച്ച് ചെയ്യണമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ അവരെ നമുക്ക് അങ്ങനെ പറഞ്ഞ് ഓവറായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനതങ്ങ് വിട്ട് കളഞ്ഞു കേട്ടോ. ഒരു 4.5 മണിക്കൂർ കൊണ്ട് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. പിന്നെ പോപ്സിലൂ ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇച്ചിരി ലേറ്റായി പോയിട്ട് ഔട്ട്ഡോർ ഷൂട്ട് അങ്ങ് ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും അമ്മയും അച്ഛനും അമ്മു ഐഷു എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ദക്ഷിണ കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വന്നില്ലേ. പിന്നെ ഇതെൻ്റെ അച്ഛനും അമ്മയാണ്. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫാമിലിനൊന്നും കാണിച്ചിട്ടില്ല, എന്നതേ കാണാത്തവരുണ്ടേ കണ്ടോ കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാളാണ്. ഇൻട്രോവേർട്ടായ പാവ അച്ഛനും അമ്മയാണ് കേട്ടോ എൻ്റെ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻഡോർ ഷൂട്ട് എടുക്കുവാണ് കേട്ടോ. നമ്മുടെ റൂബി മോളാണെങ്കിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുക. പാവം, അവൾക്ക് എങ്ങനെയും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. നമ്മുടെ മുഹൂർത്തം വന്നേക്കുന്നത് 10:30-ക്കാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് 9:30 ആകുമ്പോൾ അമ്പലത്തിൽ റിപ്പോർട്ട് ചെയ്യണേ. പക്ഷേ ഞങ്ങൾ 9 മണിയായപ്പോൾ അവിടെ എത്തിയേ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവിടെയുള്ളവർ പറഞ്ഞു കയറിക്കോ, ഇന്ന് ഒരുപാട് ഇതുണ്ട്, കല്യാണം ഉണ്ട്, അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ 2ാമത്തെ കല്യാണമാണ്. ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കയറാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ അങ്ങ് തുടങ്ങിയിട്ട്, എനിക്ക് ടെൻഷനാണോ വിഷമം വരുന്നുണ്ട് സന്തോഷം വരുന്നുണ്ട് എല്ലാം കൂടി ചേർന്ന് മിക്സ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു ഇമോഷനാണ് കേട്ടോ. എനിക്ക് പറയാൻ കൂടി പറ്റുന്നില്ല. ഈ ഒരു തൈലിൻ്റെയൊക്കെ ആ ഒരു സൗണ്ട് കേട്ടപ്പോഴേക്കും എൻ്റെ ദൈവമേ, എനിക്ക് പറയാൻ പറ്റുന്ന അത്രയ്ക്ക് ഫീലാണ് കേട്ടോ. ഞാൻ അവിടെ ഒന്ന് കരഞ്ഞു പോയി. സത്യം പറഞ്ഞ താലിയേറ്റ സമയം ഞാൻ അവിടെ നിന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങിപ്പോയിട്ടോ. എനിക്ക് അത്രയ്ക്ക് വിഷമവും സന്തോഷവും ഒക്കെ കൂടി വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നേ. ആ ഒരു സമയം എൻ്റെ മൈൻഡിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തൊട്ട് ഈ ഒരു മൊമെൻറ്റ്സ് വരെയുള്ള എല്ലാ കാര്യം ഇങ്ങനെ കയറി ഇറങ്ങി വന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കൊതിച്ചൊരു മൊമെൻ്റാണ് ഇത്. ഞങ്ങൾ അത്രയ്ക്ക് സന്തോഷം, എനിക്ക് പറയാൻ പോലും വാക്കുകളില്ല കേട്ടോ. അത്രയ്ക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിയൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. സത്യം പറഞ്ഞാൽ ഗണപതി കല്യാണം പോലെ ഇങ്ങനെ നീണ്ടു പോകുമായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഈ ജൂലൈ വരുമ്പോൾ ആക്ച്വലി 4 വർഷം ആവേണ്ടതാണ്. അതിന് മുമ്പേ കല്യാണം നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ എങ്ങനെയോ ആ ഒരു സമയത്ത് അങ്ങ് നടന്നു കേട്ടോ. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് പറയുന്ന പോലെ. പിന്നെ ഗുരുവായൂർ വെച്ച് നടക്കണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ ഓർത്തല്ല നടക്കുമെന്ന്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു കേട്ടോ. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്. അതിന് നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണം കേട്ടോ. ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടും ചെയ്യാം, ഇവിടെ വന്നും ചെയ്യാം. അതും കല്യാണത്തിൻ്റെ നമ്മൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 1 മന്ത് മുന്നേയും അത് കഴിഞ്ഞിട്ടും ആയിരിക്കണം ബുക്ക് ചെയ്യേണ്ടത്. ഇവിടെ വന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇവിടെ വന്ന് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ക്യാമറമാന്മാരുടെ പാസ് കൂടി എടുക്കണം. അപ്പോൾ ചെക്കൻ്റെ സൈഡിൽ നിന്ന് 10 പേര്, പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് 10 പേര്, 4 ക്യാമറമാന്മാർ, അങ്ങനെ
ടോട്ടൽ 24 ആൾക്കാർക്ക് മാത്രമേ ഇവിടെ എൻട്രി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ പോപ്സിന്റെ അച്ഛനും അമ്മയും. ഈ സാധനത്തിന്റെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇത് നമ്മുടെ രണ്ടുപേരുടെ ഫാമിലിയാണ് കേട്ടോ. ഇവരെ ഞാൻ പിന്നെ നേരത്തെ പരിചയപ്പെടുത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് അമ്മുനെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കല്യാണം കഴിഞ്ഞ് ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നടക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കല്യാണ ഡേറ്റ് നോക്കി കോളേജിൽ നിന്ന് ചാടിയാന്നൊക്കെ പറഞ്ഞ് വന്ന് കുറേ സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഗുരുവായൂർ വെച്ച് കല്യാണം കഴിഞ്ഞത് ഇതുപോലെ കിടന്ന് ഓടണം എന്നുള്ള മസ്റ്റാണല്ലോ. പിന്നെ കുറേ നേരത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയത്. സദ്യ അവിടെ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. നമ്മളിവിടെ ഹോട്ടൽ ഹരിവരയുഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാമറമാനും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ആകെ 15 പേരേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിറ്റോറിയം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. കല്യാണ സദ്യ നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തേ. ഞാനാണെങ്കിൽ തലേദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല വിശന്ന് പൊരിഞ്ഞാണ് ഇരിക്കുന്നത്. അത് മൊത്തം കല്യാണ സദ്യ തീർത്തു കേട്ടോ. റിലേറ്റീവ്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് വീട്ടിലടുത്ത ദിവസത്തേക്ക് ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി എൻ്റെ അച്ഛനമ്മയാണ് അവിടെ കിടന്ന് ധൃതി കൂട്ടുവാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിച്ചു തരാവേ. ടാറ്റാ ബൈ.